തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോൾ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, ഇന്ന് എല്ലാം അനാവൃതമാകുന്ന ഒരു കാലഘട്ടത്തിലാണ്. രഹസ്യങ്ങൾ തീരെയില്ലാത്ത ഒരു കാലഘട്ടം. ഈ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ചില രഹസ്യങ്ങളിലേക്ക് നമ്മൾ എത്തി നോക്കുകയാണ്. സഭയെ സംബന്ധിച്ച് അതിനേറ്റവും വിശിഷ്ടമായതാണ് രഹസ്യങ്ങൾ. വളരെ പ്രത്യേകിച്ച് ത്രിത്വം ഒരു രഹസ്യമാണ്. അങ്ങനെ നിരവധി രഹസ്യങ്ങളുണ്ട്. ഇതൊക്കെ സഭയെ സംബന്ധിച്ച് വളരെ പ്രിയപ്പെട്ടതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലും രഹസ്യങ്ങൾ അനിവാര്യമാണ്. നിഗൂഢതകൾ അത് വേണം. കാരണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ജീവിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകവും രഹസ്യമാണ്. എല്ലാം അനാവൃതമാക്കപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതം ജീവിക്കാൻ കൊള്ളാത്ത ഒന്നായി മാറും. വാൻ ഗോഗ് അങ്ങനെ ഒരു ചിത്രകാരനുണ്ട്. അദ്ദേഹം എല്ലാം ചെയ്തു തീർത്തു, എല്ലാം പൂർത്തിയാക്കി എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ജീവിതം അവസാനിപ്പിക്കുക, ഇനി ചെയ്യാൻ ഒന്നും ബാക്കിയില്ല. അതായിരുന്നു അയാളുടെ പരാതി. അത് അയാളുടെ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് അയാളെ കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ വചനത്തിലൂടെ ഈശോ നമ്മളോട് നിരന്തരം ഓർമ്മപ്പെടുത്തുന്നത് ഇങ്ങനെ ഒരു രഹസ്യത്തെക്കുറിച്ചിട്ടാണ്. ഈശോയുടെ ജീവിതത്തിലുമുണ്ട് രഹസ്യമാർന്ന ചില കാലഘട്ടങ്ങൾ. എല്ലാവരുടെയും ജീവിതത്തിലുമുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഇനി എന്താണ് രഹസ്യമല്ലാത്തതായിട്ടുള്ളത്? സന്തോഷത്തെ നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ വിളിക്കുന്നത് സന്തോഷ രഹസ്യമെന്ന്. അതൊരു രഹസ്യമാണ്. ദുഃഖം, അതിനെ നമ്മൾ രഹസ്യമെന്നാണ് വിളിക്കുക. മഹിമ, അതും രഹസ്യമാണെന്നാണ് പറയുക. അങ്ങനെ ജീവിതത്തിൽ സർവ്വതും രഹസ്യമാണ്. അതുമാത്രമല്ല, കുർബാന ചൊല്ലുമ്പോൾ, അർപ്പിക്കുമ്പോൾ നമ്മൾ അവിടെയും വായിച്ചു കേൾക്കുന്നുണ്ട് ഈ രഹസ്യത്തിൽ വിശുദ്ധമായിട്ട് പങ്കെടുക്കുവാനായിട്ട്. രഹസ്യം അനിവാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കുവാനായിട്ട്. സന്തോഷത്തെ അതൊരു സന്തോഷമുള്ളതാക്കി മാറ്റുന്നത് ആ രഹസ്യമുള്ളത് കൊണ്ടാണ്. ദുഃഖവും ഇന്നും നമുക്ക് പിടികിട്ടാത്ത ഒന്നായിട്ട് നിലനിൽക്കുന്നത് അതിൽ രഹസ്യമുള്ളത് കൊണ്ടാണ്. മഹിമയും ഇന്നും നമ്മൾക്ക് മഹിമയായിട്ട് തോന്നുന്നത്, ഉന്നതമായിട്ട് തോന്നുന്നത് അതിൽ രഹസ്യമുള്ളത് കൊണ്ടാണ്. ഏത് കാര്യവും ഉന്നതമാകുന്നത് അതിൽ രഹസ്യമുള്ളപ്പോഴാണ്. നമ്മളും ഒരു രഹസ്യമാണ്, പറഞ്ഞറിയിക്കാനാവാത്ത ഒരു രഹസ്യം. അപ്പോൾ ഈ രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയല്ല വേണ്ടത്, മറിച്ച് ഈ രഹസ്യത്തെ ജീവിക്കുവാനായിട്ട് ശ്രമിക്കുക. രഹസ്യങ്ങൾ ജീവിക്കുമ്പോഴാണ് അതിന് ഉന്നതി ഉണ്ടാവുക. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ ജീവിതം രഹസ്യമാണ്. നമ്മൾ മനസ്സിലാക്കിയതൊന്നുമല്ല നമ്മൾ. എന്നാൽ ഇനി മനസ്സിലാക്കാനുള്ളതും ഇനി ജീവിക്കാനുള്ളതുമാണ് ജീവിതം. അപ്പോൾ ഈ രഹസ്യം മനോഹരമാകും. ജീവിതം രഹസ്യമാകട്ടെ, അത് മനോഹരമായിട്ട് തുടരട്ടെ.